ശശീന്ദ്രനും തോമസും രാജിവെക്കണമെന്നാണ് ഇപ്പോൾ NCP അജിത് പവാർ വിഭാഗം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ രാജിവെക്കണം എന്ന് പറയുമ്പോഴും ശശീന്ദ്രനും ഇരുവരും അതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ അടുത്തത് നേതൃത്വം എന്തായിരിക്കും ചെയ്യുക, മാത്രമല്ല നമ്മുടെ സംസ്ഥാന സർക്കാർ എന്തായിരിക്കും തീരുമാനമെടുക്കുന്നത്? ഈ അജിത് പവാർ വിഭാഗം ആവശ്യപ്പെടും മുൻപ് അവരുടെ രാജി ആവശ്യപ്പെടേണ്ടിയിരുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ പാർട്ടിയിൽ ഇപ്പോൾ രണ്ട് പാർട്ടികളാണ് BJPയുടെ ഘടകകക്ഷിയായിട്ടുള്ളത്. ഒന്ന് JDS ഉണ്ട്, മറ്റൊന്ന് ഇതാണ് NCP ആണ്. NCP അവിടെ NDയോടൊപ്പമാണ്. അത് പിളർന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഔദ്യോഗികമായ ചിഹ്നവും പാർട്ടിയുടെ പദവിയും ഉള്ളത് ഈ BJPയോടൊപ്പമുള്ള ശരത് പവാർ വിഭാഗത്തിന്റെ ഭാഗത്താണ്. ഇതിന്റെ ചിഹ്നങ്ങളും ബാക്കിയുള്ള ഔദ്യോഗികമായ എല്ലാ കാര്യങ്ങളും ഉള്ളത്. പക്ഷെ ഇവിടെ ആണെങ്കിലോ, കേരളത്തിലാണെങ്കിൽ LDFനോടൊപ്പമാണ് ഈ രണ്ട് MLA മാരും, അതിലൊരാൾ മന്ത്രിയാണ്. അങ്ങനെ പിണറായി വിജയനോടൊപ്പം ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിയുടെ പേര് ശശീന്ദ്രനാണ്. കാരണം നമുക്കറിയാമല്ലോ, കുറച്ച് നാളുകളായി തന്നെ ഏറ്റവും അധികം വിമർശനങ്ങൾ ഉണ്ടാകുന്ന രണ്ട് വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് വനം വകുപ്പും ഒന്ന് ആരോഗ്യ വകുപ്പും. അതിൽ വനം വകുപ്പിനെ കുറിച്ച് നിരന്തരം വിമർശനങ്ങളാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഇദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ മന്ത്രിയാണ്, NCPയുടെ മന്ത്രിയാണ്. ഇദ്ദേഹത്തിനെ ഒഴിവാക്കി ആ വകുപ്പ് CPM തന്നെ ഏറ്റെടുക്കണമെന്ന് പല നേതാക്കളും ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഗതികെട്ട് ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും ജോസ് കെ മാണി തന്നെ ആവശ്യപ്പെടുകയാണ്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം, അതിനുവേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണം. അവർ വനം വകുപ്പ് മന്ത്രിക്കെതിരെ തന്നെ രംഗത്ത് വരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഭയപ്പെടുന്നില്ല, മന്ത്രി തന്നെ ഭയപ്പെടുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? പിണറായിയുടെ പൂർണ്ണമായ പിന്തുണ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ BJPയോടൊപ്പം നിൽക്കുന്ന പാർട്ടി കേരളത്തിൽ വരുമ്പോൾ പിണറായിയോടൊപ്പം നിന്ന് പിണറായി പൂർണ്ണമായ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ആ ധൈര്യത്തിലാണ്, അദ്ദേഹത്തിന് അറിയാം താൻ വിജയിച്ചു കഴിഞ്ഞു, ഇനി 5 വർഷം ഇനി എന്തെല്ലാം സംഭവിച്ചാലും, ഇനി 100 ആന നാട്ടിലിറങ്ങിയാലും, കടുവ ഇറങ്ങിയാലും, പുലി ഇറങ്ങിയാലും, എന്ത് കാട്ടുപോത്തിറങ്ങിയാലും ഒരു പ്രശ്നവുമില്ല, തനിക്കുള്ള ഒരു 5 വർഷം എന്തായാലും പിണറായിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ അവിടെ ഇരിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. അത് തന്നെ നമുക്ക് പണ്ടൊരു വിവാദമുണ്ടല്ലോ, ഇടക്കാലത്താണ്. കാരണം ആനയോ കടുവയോ ഒരു വന്യജീവിയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുകയാണ്. ആ മരണപ്പെടുന്ന സമയത്ത് ഈ മന്ത്രി കോഴിക്കോട് ഫാഷൻ ഷോയുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് അത്രയേ ഉള്ളൂ, ജനങ്ങളുടെ ജീവൻ അദ്ദേഹം അത്ര വില കൽപ്പിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം ഇനി ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് പാർട്ടിയാണ് എന്തായാലും തീരുമാനിക്കാനുള്ളത്. പക്ഷെ ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവരുടെ NCPയുമായി ബന്ധപ്പെട്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ഈ MLA സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു മാറുക എന്നതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം NCPയുടെ ചിഹ്നം എന്ന് പറയുമ്പോൾ ക്ലോക്കാണ്. ഇവർ ഈ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ ക്ലോക്ക് ചിഹ്നം ഉപയോഗിച്ചാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷെ അതെല്ലാം ഇപ്പോൾ നമുക്കറിയാം, കുറച്ചു നാൾ മുൻപായിരുന്നു മഹാരാഷ്ട്രയിൽ പാർട്ടി ശരത് പവാർ ഉണ്ടാക്കിയ പാർട്ടി. ശരത് പവാർ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം അവിടെ സോണിയാഗാന്ധിയുമായി തെറ്റിപ്പിരിച്ചാണ് സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുക. ആ പാർട്ടിയാണ് NCP. അങ്ങനെ NCP ശരത് പവാർ വിഭാഗവും അതോടൊപ്പം തന്നെ അജിത് പവാർ വിഭാഗവുമായി പിരിയുകയും പിന്നീട് അതിൻ്റെ ഔദ്യോഗികമായ ഈ ചിഹ്നങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് ഈ അജിത് പവാർ വിഭാഗത്തിനാണ്. പക്ഷേ ഇദ്ദേഹം കേരളത്തിൻ്റെ ഒരു മതേതരത്വ സ്വഭാവം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ശരത് പവാർ വിഭാഗവുമായാണ് ഈ ശശീന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ ചിഹ്നവും ബാക്കിയുള്ള പാർട്ടിയുടെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഇദ്ദേഹം നേടിയെടുക്കുന്നതെല്ലാം അജിത് പവാർ വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അജിത് പവാർ വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. എന്തായാലും ഇപ്പോൾ പല പാർട്ടികളും BJPയോട് അടുക്കാൻ നിൽക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ മറ്റൊരു ആരോപണമുണ്ട്, ഈ CPMഉം BJPയും തമ്മിലുള്ള ഒരു അന്തർധാര ശക്തമാണെന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. കേരളത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതായി അവരുടെ MLA തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. LDFലെ പ്രധാനപ്പെട്ട ഒരു MLA ആയ അൻവർ തന്നെ പുറത്തു പറയുകയും പത്രസമ്മേളനം നടത്തി തുറന്നു പറയുകയും പിന്നീട് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. രാജിവെച്ച് പുറത്തു പോകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ BJPയും കേരളത്തിൽ BJP അതോടൊപ്പം തന്നെ CPM തമ്മിൽ വലിയ രീതിയിൽ അന്തർധാരയുണ്ട്, പോലീസിനുള്ളിൽ RSSന്റെ സ്വാധീനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അങ്ങനെയാണ് ഒരു തുറന്ന ഒരു രഹസ്യമായ എന്തിനാണ് കൂട്ടുകെട്ട്, അത് പരസ്യമായി തന്നെ പോകാനുള്ള ഒരു അവസരമാണ് എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ JDSയുമായി ബന്ധപ്പെട്ടും ഇതുണ്ട്. കർണാടകയിൽ JDSന്റെ മന്ത്രിമാർ
JDS-യുമായി ബന്ധപ്പെട്ട് അവിടെ ബി ജെ പിയുമായാണ് സഖ്യം. ആ JDS കേരളത്തിൽ ഇന്നുള്ളത് LDF-നോടൊപ്പമാണ്. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ പല രൂപത്തിലാണ് ഇപ്പോൾ ഈ പാർട്ടി മാറിയിരിക്കുന്നത്. പക്ഷേ റിയാസ് അടക്കമുള്ള നേതാക്കൾ പറയുന്നത് ഇത് വലിയ അഖിലേന്ത്യാ പാർട്ടിയാണ്, ഞങ്ങൾക്ക് വലിയ നിലപാടുണ്ടെന്നാണ്. പക്ഷേ ഇത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴേക്കും ഇവർക്ക് ഓരോ നിലപാടാണുള്ളത്. കർണാടകയിൽ ഈ BJP-യെ പിന്തുണയ്ക്കുകയാണെങ്കിൽ, അവരുടെ സഖ്യകക്ഷി BJP-യെ പിന്തുണയ്ക്കുകയാണെങ്കിൽ, തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവർ പിന്നെ DMK-യോടൊപ്പമാണ്. അവിടെ ഈ CPM-ഉം കോൺഗ്രസും എല്ലാം ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും കേരളത്തിലെ ജനങ്ങളും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. എങ്ങനെയെങ്കിലും ഈ ശശീന്ദ്രനെയും അതോടൊപ്പം തന്നെ തോമസിന്റെ രാജി ഒന്ന് എഴുതി വാങ്ങിയിരുന്നെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ വലിയ രീതിയിൽ ഉപകാരപ്പെടുമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ്, ഈ വനപ്രദേശവുമായി ബന്ധപ്പെട്ട്, മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകളാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരും വലിയ രീതിയിൽ കോടികൾ അനുവദിക്കുകയാണ് വനം വകുപ്പിന്. കാരണം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ കോടികൾ അനുവദിക്കുമ്പോൾ അതൊന്നും അവിടെ വിനിയോഗിക്കാൻ ഇവർ തയ്യാറല്ല. അവിടെ ഫെൻസിങ് അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാൻ അവിടെ ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കാട്ടിലേക്ക് വലിയ രീതിയിൽ ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരികയും മനുഷ്യന്റെ ജീവൻ എടുക്കുകയും ചെയ്ത്. അങ്ങനെ മനുഷ്യന്റെ ജീവൻ എടുക്കുമ്പോൾ ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. ഒരു 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കും. മരണപ്പെട്ട ഇയാൾക്ക് 5 ലക്ഷം രൂപ, അല്ലെ ഈ സ്ത്രീക്ക് 5 ലക്ഷം രൂപ, അങ്ങനെ കുറച്ച്, അല്ലെ 3 ലക്ഷം രൂപ, അങ്ങനെ ഒരു കുറച്ച് പൈസ കൊടുത്താൽ മാത്രം മതിയോ? അങ്ങനെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ സർക്കാർ കാണുന്നത്. ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവം ഉണ്ടായാലും ജനങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഒരു എമൗണ്ട് അങ്ങ് പ്രഖ്യാപിക്കും. പക്ഷെ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ആ കെട്ടിടം പഴയതാണ്, അവിടെ തകർച്ചയിലേക്ക് പോകുമെന്ന് റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ തയ്യാറല്ല. മരണപ്പെട്ടതിന് ശേഷം പൈസയുമായി വരുന്നതാണ് നാം കാണുന്നത്. അത് തന്നെയാണ് വനം വകുപ്പിന്റെയും ഇത്തരം ചില സ്ഥലങ്ങളിൽ നാം കാണുന്നത്. ഇത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമെല്ലാം കൊണ്ട് ജനങ്ങൾ മടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ആ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. എല്ലാ കാലത്തും നമുക്ക് പരിശോധിച്ചാൽ അറിയാം, 2014 മുൻപുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2019 മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM-ന് ഒരു 5നും 10നും ഇടയ്ക്ക് സീറ്റുകൾ ഉറപ്പായി തന്നെ കേരളത്തിൽ ലഭിക്കുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷെ ഇപ്പോൾ ലഭിക്കുന്നതോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ്, ഇത്തവണ 1 സീറ്റ്. ആ രീതിയിലേക്ക് ഈ പാർട്ടി പൂർണ്ണമായി തന്നെ തകരാൻ കാരണം ഈ 2-3 വകുപ്പുകളുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നമാണ്. ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ 2-3 വകുപ്പുകൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വനം വകുപ്പാണ്, പിന്നീട് ആരോഗ്യ വകുപ്പാണ്. ഈ മന്ത്രിമാരുടെ രാജി ജനങ്ങൾ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ എന്തായാലും മറ്റൊരു രീതിയിൽ NCP ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ രാജി. അല്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ MLA സ്ഥാനം രാജിവെച്ചിൽ കൂറുമാറ്റ നിരോധന പ്രകാരം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് NCP വ്യക്തമാക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് മത്സരിക്കാൻ പോലും കഴിയില്ല. അതോടൊപ്പം തന്നെ കുറച്ചു കാലങ്ങളായി ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ച നടത്തുന്നുണ്ട്. തോമസും അതോടൊപ്പം തന്നെ ശശീന്ദ്രനും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് കടിപിടി കൂടുന്നത് നാം കണ്ടിട്ടുള്ളൂ. അങ്ങനെ കടിപിടി കൂടുമ്പോൾ തന്നെ പിണറായി വിജയന്റെ പൂർണ്ണമായ പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ എങ്ങനെയെങ്കിലും പ്രവർത്തിച്ചു പോകുന്നത്. വരും കാലങ്ങളിൽ എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പൂർണ്ണമായി തന്നെ ഈ NCP-യുടെ സീറ്റുകൾ UDF-ലേക്ക് തന്നെ പോകാനാണ് സാധ്യത. അത്രയ്ക്ക് വലിയ ഭരണവിരുദ്ധ വികാരമാണ് നിലവിലുള്ളത്. UDF-നെ സംബന്ധിച്ച് ഇത് കൃത്യമായി മുതലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം 2026 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കാം. ഇതെല്ലാം കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ, കാരണം ഈ പാർട്ടികൾ NCP അടക്കമുള്ള JDS അടക്കമുള്ള നിലപാടില്ലാത്ത പാർട്ടികളുടെ പിന്തുണയിലാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ഇവർക്ക് മുന്നോട്ട് വലിയ രീതിയിലുള്ള വിജയം കൊയ്യാൻ സാധിക്കും. പക്ഷെ എന്തായാലും അതിനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് വലിയ രീതിയിലുള്ള തമ്മിലടിയുമായി മുന്നോട്ട് പോവുകയാണ്. അവർ ഓരോ കാലത്തും ഇപ്പോൾ പണ്ട് ഈ ക്യാപ്റ്റനും പോരാളിയുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസും മുതിർന്ന നേതാക്കളും തമ്മിലുള്ള ഒരു തർക്കമാണ്. മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച് നമുക്കറിയാം ഈ KV തോമസ്, കാരണം അദ്ദേഹം എറണാകുളം കേന്ദ്രീകരിച്ച് MLA ആയിരുന്നു, MP ആയിരുന്നു, എല്ലാ ചുമതലകളും വഹിച്ച ശേഷം അവസാന ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിക്കെതിരാവുകയാണ്. അതിന് സമാനമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുര്യനും വന്നിരിക്കുന്നത്. കുര്യനും മുല്ലപ്പള്ളിയും ഇവരെല്ലാം നല്ല പ്രായത്തിൽ എല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആ പദവികൾ ആഗ്രഹിക്കുന്നതാണ് ഈ രീതിയിലുള്ള പ്രശ്നവുമായി മുന്നോട്ട് പോവുക. ഇവർ ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ പുതിയ നേതാക്കൾ, യുവതലമുറ ഇപ്പോൾ കൃത്യമായി തന്നെ അവർക്ക് ജനങ്ങൾക്കിടയിൽ എത്തിപ്പെടാനും തങ്ങളുടെ ആശയങ്ങൾ എത്തിക്കാൻ കഴിയുന്നുണ്ട്. കുറച്ച് നാളുകളായി തന്നെ DYFI എല്ലാം നാം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു ജനകീയ മുഖമായി മാറാൻ ഇവർക്ക് കഴിയുന്നുണ്ട്.
അത് കൃത്യമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഈ മുതിർന്ന നേതാക്കളും സഹകരിക്കുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഉണ്ടാക്കാൻ UDF-ന് കഴിയും. ഈ NCP പോലുള്ള പാർട്ടികൾ പൂർണ്ണമായി തന്നെ കേരളത്തിൽ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക.